ബേബി കണ്ണട. സോറി. ഹലോ. ഏയ് ഹാപ്പി ന്യൂസ്, എനിക്ക് അഡ്മിഷൻ കിട്ടി സ്പെയിൻ. അപ്പോ അന്ന് പറഞ്ഞ പാലസിന്റെ കാര്യം? ഓ അതിന് ആവശ്യം വരുമെന്ന് തോന്നുന്നില്ല. എന്റെ ലാസ്റ്റ് പ്രോജക്റ്റ് അവർ അപ്രൂവ് ചെയ്തു. അത് ആക്ച്വലി റിജക്റ്റ് ആയെന്നാ ഞാൻ വിചാരിച്ചത്. ഓ കൺഗ്രാറ്റ്സ്. താങ്ക് യു. ചെറുപ്പത്തിൽ എപ്പോഴോ തോന്നിയൊരു ക്രേസാണ് ഈ പാരാസൈക്കോളജി. എല്ലാവരും ചെയ്തത് ഫോളോ ചെയ്യാൻ അന്നേ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ചെറിയൊരു വാശിയുണ്ട്. ഞാൻ മരിക്കുമ്പോൾ ആ ന്യൂസ് ഫ്രണ്ട് പേജിൽ വരണം. അങ്ങനെ റിസർച്ച് ഗോസ്റ്റ് ഹണ്ടിങ് എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി. അല്ലെങ്കിൽ ഞാൻ ആ വീട്ടിൽ നിന്നൊന്ന് ചാടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. 5-6 കൊല്ലം പ്രാക്ടീസ് ചെയ്തപ്പോൾ തന്നെ ശരിക്കും ബോറടിച്ചു. അതുകൊണ്ടാണ് പെട്ടെന്ന് ഈ സ്പെയിൻ പ്ലാൻ. ഇൻ 3 weeks ടൈം. അത്രയേ ഉള്ളൂ വിസ പീരീഡ്. പിന്നെ സ്പെയിൻ എന്ന് പറയുന്നത് വേറെ ലോകത്തൊന്നും അല്ലല്ലോ. ജസ്റ്റ് ഫ്യൂ മൈൽസ് അവേ ബേബി. നമ്മൾ എന്താ നേരിൽ കാണുന്നത്? അതിപ്പോ ഞാനിപ്പോ പ്രോഗ്രാമൊക്കെ ആയിട്ട് കുറച്ച് തിരക്കില്ല. അല്ലെങ്കിൽ വേണ്ട, വൈ എ നോർമൽ ഡേ, ലെറ്റ്സ് മേക്ക് ഇറ്റ് സ്പെഷ്യൽ. നമ്മുടെ ഫസ്റ്റ് മീറ്റ്. അത് കറക്റ്റാ. മൈസൂർ ദസറ വരുന്നുണ്ട് ഇൻ 2 weeks. അതിലെന്താ ഇത്ര സ്പെഷ്യൽ? ചാമുണ്ടി ഹിൽസിന്റെ താഴെ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റി ഉണ്ട്. അവർ ഈ പട്ടത്തിലെ ലൈറ്റ് ഒക്കെ കത്തിച്ച് ആകാശത്തേക്ക് പറത്തി വിടും. ഇറ്റ്സ് അമേസിംഗ്, ടോട്ടലി ഫിൽമി. ലെറ്റ്സ് മീറ്റ് ദേർ സിദ്ധാർത്ഥ്. വാട്ട്സ് ഇറ്റ്? ഞാൻ പറയാൻ മറന്നു, ഞാൻ ഇന്ന് വീട്ടിൽ പോവാ. എന്താ പെട്ടെന്ന്? ഒരു വൺ ട്രഷർ ഹണ്ട്. അത് മുന്നിൽ കണ്ടിട്ടല്ലേ ഈ സ്പെയിൻ പ്ലാൻസ് ഒക്കെ. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണേ. ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ നാളെ ഒരു ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പിന്നെ കർണാടക ആയതുകൊണ്ട് ബന്ദ് പൊതുവെ സമാധാനപരമായിരിക്കാനാണ് സാധ്യത. ബട്ട് വയലന്റ് ആവാൻ സാധ്യതയുണ്ടെന്നാണല്ലോ ന്യൂസിൽ കേട്ടത്. കർണാടക ആയതുകൊണ്ട് വയലന്റ് ആവാനാണ് സാധ്യത. പിന്നെ നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ബിസിനസ് തുടങ്ങിയ സമയമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ശരിക്കും ഇത്തരം സന്ദർഭങ്ങളിലാണ് നമ്മൾ നമ്മുടെ ധൈര്യം കാണിക്കേണ്ടത്, ഉത്തരവാദിത്ത ബോധം കാണിക്കേണ്ടത്. ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യം കണക്കിലെടുത്താൽ ഇവിടുത്തെ കസ്റ്റമർ കെയറിലെ പിള്ളേരെങ്കിലും നാളെ ഓഫീസിൽ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ സെയിൽസിനേക്കാൾ എനിക്ക് വലുത് നിങ്ങളുടെ സേഫ്റ്റിയാണ്. അതുകൊണ്ട് നാളെ ഈ ഓഫീസിന് അവധിയായിരിക്കുമെന്ന് പറയാനാണ്. സാരമില്ല ഓമനക്കുട്ടൻ, ഇനി മീറ്റിംഗ് സമയത്ത് മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്താൽ മതി. അതല്ല സർ, ഞാൻ റെഡിയാണ്. എന്തിന്? നാളെ വർക്ക് ചെയ്യാൻ. വെരി ഗുഡ് ഓമനക്കുട്ടൻ, നീ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ഇവർക്കിടയിലെ മിടുക്കൻ നീ തന്നെയാണെന്ന്. ഇതുപോലൊരു ആത്മാർത്ഥത ഞാൻ ഇതുവരെ ആരിലും കണ്ടിട്ടില്ല. ഇവനെ കണ്ട് എല്ലാവരും പഠിക്കണം. നാളെയെങ്കിലും ഇവിടെ തലക്കിട്ട് ആരെങ്കിലും ഒന്ന് കൊടുക്കണേ.
ഞാൻ ഓഫീസിൽ ഓഫീസിലോ? ഏത് ഓഫീസില്? ബുക്കിംഗ് ഓഫീസിൽ പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ കുറച്ചുപേർ വന്നിട്ടുണ്ട്. എനിക്ക് സിദ്ധാർത്ഥിനെ ഒന്ന് കാണണം. ഇറ്റ്സ് അർജന്റ്. അത് എൻ്റെ പ്രോഗ്രാം. ഒന്നും പറയണ്ട, എനിക്ക് കണ്ടേ പറ്റൂ. വളരെ സീരിയസാ. അപ്പം മൈസൂർ ദസറ മണ്ണാ കട്ട, അതിനൊന്നിനും സമയമില്ല നമുക്ക്. പിന്നെ ഞെട്ടിക്കുന്നൊരു ന്യൂസും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ കയ്യിലുണ്ട് ഒരെണ്ണം. ആഹാ, ഓക്കെ. നാളെ നേരിൽ കാണുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഞെട്ടിക്കാം. നാളെ ഇനി നേരിട്ട് കാണണമെന്നറിയാനാ ഇന്ന് ചോദിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? വാട്ട്? ഒരു കാര്യമില്ല, എന്നാലും വെറുതെ ചോദിക്കട്ടെ. സപ്പോസ് ഞാനൊരു സിംഗറോ ഒരു സെലിബ്രിറ്റിയോ അല്ലായിരുന്നെങ്കിൽ, ഇനിയിപ്പോൾ ഈ സിദ്ധാർത്ഥ അയ്യരെ അല്ലായിരുന്നെങ്കിൽ തനിക്ക് എന്നോട് ഇപ്പോൾ ഉള്ള പോലെ ചാൻസ് കുറവാ. സെലിബ്രിറ്റി സിംഗറെ തന്റെ പാട്ടുകളൊക്കെ നല്ല ബോറാണ്. ഇനി സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ ശരി, നമ്മൾ നാളെ നേരിട്ട് കാണുന്നു. പിന്നെ ഇപ്പൊ പറഞ്ഞൊന്നും മറക്കണ്ട. ഇല്ല, നാളെ രാവിലെ നീ നിന്റെ ഫസ്റ്റ് ഫ്രെയിം വെക്കുമ്പോ അതിൽ ഈ പല്ലവി ഉണ്ടോ? ഹിയർ കംസ് യുവർ ഏഞ്ചൽ. ഓക്കെ. ഹലോ സർ, തിരറി സർ. അതെ, അയക്കാം സർ. ಹಲೋ, भैया भैया गुरु